ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനമാകുന്ന യേശുവിനെ ശ്രവിക്കാൻ സാധിക്കുന്ന ഈ നല്ല നിമിഷത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ദൈവരാജ്യ പ്രഘോഷണത്തെ നമുക്ക് കേൾക്കാൻ തയ്യാറാവാം. ഒപ്പം തന്നെ നമ്മുടെ പിതാവിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം, വചനത്തിലൂടെ സംസാരിക്കുന്ന യേശുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാനും കൂടിയുള്ള ആ വലിയ അനുഗ്രഹം നമുക്ക് നൽകണമേ എന്ന് യാചിക്കാം. നമുക്ക് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് തുടങ്ങാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അപ്പം നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മളിതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് വചനം എടുക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. യോഹന്നാൻ 21:4. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ നിന്ന് വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമിയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായും എടുത്തു ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. അപ്പോൾ ഇവിടെ പത്രോസിന് ആദ്യം മനസ്സിലായില്ല അല്ലേ. മറ്റേ ശിഷ്യൻ, യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ എന്ന് ഉദ്ദേശിച്ചത് യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതുന്നത്. യോഹന്നാനെ തന്നെയാണ് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം തിരിച്ചറിഞ്ഞത് യോഹന്നാനാണ്. ഈ യോഹന്നാന് പോലും യേശുവിൻ്റെ അടുത്തേക്ക് ആ മീൻ ഉപേക്ഷിച്ച് ചെല്ലാൻ തോന്നിയില്ല അല്ലേ. അത് നമ്മുടെ ഒരു ആത്മീയ നിലവാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. യേശുവാണ് എനിക്ക് വേണ്ടത്, യേശുവിൻ്റെ നിന്ന് കിട്ടിയ അനുഗ്രഹമല്ല എന്നുള്ള ആ ഒരു ബോധ്യമാണ് ആദ്യം വേണ്ടത്. അപ്പം നമ്മൾ പറയാറില്ലേ, അതായത് ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന മാതാപിതാക്കളെ അല്ലെങ്കിൽ അച്ഛനെ അല്ലെങ്കിൽ അപ്പനെയോ ഒക്കെ പ്രതീക്ഷിക്കുന്ന 2 തരത്തിലുള്ള മക്കളുണ്ട്. ഒന്ന് അച്ഛനെയാണ് വേണ്ടവർ, അല്ലെങ്കിൽ ഒന്ന് അച്ഛൻ്റെ നിന്ന് കിട്ടുന്ന സമ്മാനങ്ങളാണ് വേണ്ടവർ അല്ലേ. അപ്പം നമുക്ക് ആരായിത്തീരണം, ഏത് തരത്തിലുള്ള മക്കളാവണം എന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് നമ്മുടെ യേശുവിനെയാണോ വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ യേശു നമുക്ക് തരുന്ന ഭൗതികമായ ആ സൗകര്യങ്ങളാണോ നമുക്ക് വേണ്ടത്? അപ്പം നമുക്ക് അങ്ങനെ ആയിരിക്കും യേശുവിന് നമ്മോടുള്ള ആ ഒരു ഇടപെടൽ അല്ലേ. യേശുവിനെ തിരിച്ചറിഞ്ഞ യോഹന്നാനു പോലും ആ മീനിൻ്റെ പിന്നാലെ വരാനോ തോന്നിയുള്ളൂ. പത്രോസാണ് എടുത്ത് ചാടിയത്, ഒന്നും നോക്കാൻ നിന്നില്ല. ഇവർ വരുമ്പോൾ വരട്ടെ, എനിക്ക് എൻ്റെ യേശുവിനെ വേണം. അതുപോലെ നമുക്ക് യേശുവിനെ സ്നേഹിക്കാൻ സാധിക്കട്ടെ. ദൈവം നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.